രണ്ടെണ്ണം കൂട്ടോ. ഈ കണ്ണ് കാണുന്ന മുഴുവൻ മാവുകളാട്ടോ. അയ്യോ, കരുത്ത റണ്ണമാണെന്ന് നോക്കി. എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. അടിപൊളിയല്ലേ, പുല്ലെല്ലാം കിളുത്തട്ടോ. ഇത് നല്ല കീട്ടുക്ക ലൊക്കേഷനാണ് ഉണ്ടോ. ഈ റൂട്ട് തന്നെ കാണാൻ നോക്കി. കാടിൻ്റെ ഒരു ഭംഗി നിങ്ങൾ നോക്കി. എന്ത് രസമാണ് പച്ചയെ കുതിച്ച് നിൽക്കുന്നത്. കുറേയധികം മൈനകളുടെ ഇതിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്യാൻസറിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന മരത്തിൽ നല്ല മഴയൊക്കെ കൊണ്ട് ചിരിച്ച് കളിച്ച് നോക്കിക്കോ കേട്ടോ. ഞങ്ങൾ ഈ ഗേറ്റിങ്ങിൽ നിന്നുകൊണ്ട് ടോർച്ചടിച്ച് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ അവിടെ ഈ ആന വന്നതുപോലും നമ്മൾ അറിഞ്ഞില്ല. അത്ര പയ്യെ വന്നത്. അവൻ്റെ ഈ പൊസിഷനിൽ വന്ന് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പുറം നമ്മുടെ ഗ്രില്ലിൻ്റെ അപ്പുറം, ട്രെഞ്ചിനപ്പുറം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് സുനിച്ചേട്ടനും ഞാനെന്തേ വീണ്ടും വന്നിരിക്കുന്ന ഈ ലൊക്കേഷൻ, ബാക്കിലൊക്കെ ലൊക്കേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പെരിയാറാണ്, പെരിയാർ ടൈഗർ റിസർവിലാണ്. മറ്റൊരു പ്രോഗ്രാമായിട്ടാണ് വന്നത്. ജംഗ്ലിൻ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ആദ്യമായിട്ട് ബുക്ക് ചെയ്തത്, ഈ ഉദ്ഘാടനം ചെയ്തത് ഞാനായിരുന്നു കേട്ടോ, കഴിഞ്ഞ 2023 ജൂലൈയിൽ. അതിനുശേഷം ഒരു വർഷത്തോളം ആകുന്നു ഇവിടെ വരാൻ. നമ്മുടെ കൂടെയുള്ളത് അജേഷാണ്. അന്ന് മധുവണ്ണനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജംഗ്ലിലേക്ക് കയറാൻ തീരുമാനിച്ചു. സൈറ്റിംഗ് സെൻ്റർ കിട്ടട്ടെ. മറ്റ് കാടുകളെ അപേക്ഷിച്ച് ഈ സമയങ്ങളിൽ പെരിയാറാണ് സൈറ്റിംഗ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത. മറ്റേ നമ്മൾ പറമ്പിക്കുളമൊക്കെ പോയെങ്കിൽ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ടും ആനമലൊക്കെ സൈറ്റിങ്സ് തീരെ കുറവാണ്. പെരിയാർ വന്നിട്ട് ഇന്ന് വരെ നമുക്ക് ചതിച്ചിട്ടില്ല, മോശമായി കിട്ടില്ല. സൈറ്റിങ്സ് എന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് വീണ്ടും ഒരു ഉദ്ഘാടനം പോലെയാണ്. 1.5 മാസത്തിന് ശേഷം ഞങ്ങളാണ് ജംഗ്ലിനിൽ പോകുന്നത്. അതെ, 1.5 മാസമായിട്ട് ജംഗ്ലിൻ ഇല്ലായിരുന്നു, പ്രോഗ്രാം ഇല്ലായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മളിവിടെ വന്ന് ഈ പ്രോഗ്രാം എടുത്ത് അജേഷ നല്ല കാഴ്ച താക്കർക്കണ്ടതാ. നല്ല കാഴ്ചകളൊക്കെ കിട്ടണം. ആന കടുവയാണ് നമ്മുടെ ലക്ഷ്യം. കിട്ടണം. അപ്പോൾ അജേഷ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളിന്ന് വൈകുന്നേരം ഒരു 3 മണിയായി ഇവിടെ എത്തിയപ്പോൾ. ചെറിയ മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. നാളെ ഞങ്ങൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് കയറി പോവുകയാണ്. മഴയ്ക്ക് വന്നം ഷെഡിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയേക്കുന്നത് ജംഗ്ലിനങ്ങ് തുടങ്ങാം. സെറ്റ് കയറി വഴി നമുക്ക് കിട്ടിയത് മ്ലാവാട്ടോ. ഈ പക്മട്ടയിൽ വരുന്ന സ്ഥലത്ത് നിൽക്കുന്ന മ്ലാവുകൾ നമുക്ക് കാണത്തില്ല, ചപ്പിൻ്റെ ഉള്ളിലാണ് പോകുന്ന. ഉണ്ട്, നിൽക്കുന്നുണ്ടോ? കുറേ ഉണ്ടല്ലോ. സാധാരണ കാടുകളിലേക്ക് കയറിയാൽ മാനുകളെ കിട്ടുന്ന പോലെയാണ് പെരിയാറിലേക്ക് ആദ്യം കയറുമ്പോൾ തന്നെ മ്ലാവുകളുടെ വലിയ കൂട്ടാട്ടോ അത്. എന്നെ ഉണിഞ്ഞ് നോക്കണം തോർത്താൻ. ഉണ്ടോ? എന്നെ ഉണിഞ്ഞ് നോക്കുന്നു. എന്നാ വലിയ കൂട്ടാൻ നോക്കി. വലിയ കൂട്ടാട്ടോ അത്. വരാ അങ്ങനെ ഞങ്ങൾ EDCയുടെ ഓഫീസിൻ്റെ അവിടെ നടന്ന് കാടിനുള്ളിലൂടെ അകത്തേക്ക് കയറിയിട്ടോ. കയറി കുറച്ച് ദൂരമായി. കയറിയപ്പോൾ തന്നെ മാവുകളിൽ വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു. ഇപ്പം നല്ല പച്ചപ്പായൊക്കെ തുടങ്ങിയിട്ട് മഴ പെയ്തു. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്നെന്താണെങ്കിലും ഞങ്ങൾക്ക് നല്ല ക്ലൈമറ്റാണ് കിട്ടിയേക്കണം കേട്ടോ. ജംഗ്ലിൻ പ്രോഗ്രാം 2ാമത്തെ തവണയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു ക്ലൈമറ്റാണ്. ഭാഗ്യം സംബന്ധിച്ച് മഴയൊന്നും പോയിട്ടില്ല. അതിന് സൈറ്റിംഗ് കൂടെ കിട്ടിയാൽ നമുക്ക് മതി. എന്താ രസം നോക്കി. ഇതൊരു മതിയായ വയലാട്ടോ. അപ്പോൾ ഈ വയലിൻ്റെ കരയാണ് നമ്മുടെ ജംഗ്ലിൻ്റെ സ്റ്റേ ഇരിക്കുന്നത്. ഉണ്ട്. ഒരു മാസം മുന്നേ ഇവിടെയൊക്കെ ആനകളുടെ ബഹളമായി സമ്മേളനമായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് എങ്ങും പോകണ്ട, ഇവിടെ മാത്രം നിന്നാൽ മതി. അതുപോലെ ആനകളായിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊരു വലിയ വയലാണ്. ഇത്രയും മനോഹരമായൊരു ലൊക്കേഷനിലാട്ടോ ഈ ജംഗ്ലിൻ്റെ ക്യാമ്പ് ഇരിക്കുന്നത്.
അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഒരു മാസം മുന്നേ ഇവിടെ ബഹളമയമായിരുന്നു ഞാൻ പറഞ്ഞല്ലേ. ആനയും പോത്തും ഇവിടെ ആന പ്രസവിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. അത്രയ്ക്ക് മനോഹരമായ ലൊക്കേഷനാണ്. നമുക്കിത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഇതിലാട്ടോ. അല്പദൂരം നമുക്ക് നടന്നാൽ മതി. ടൈഗർ ട്രെയിൽ വരെ ഒരുപാട് ദൂരം നടന്നു പോയിട്ടല്ല, നമ്മളൊരു അരമണിക്കൂറത്തെ ട്രക്കിംഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്റ്റേഷൻ ഇവിടെ ക്യാമ്പ് ഷെഡിലേക്ക് എത്തും. അതിമനോഹരമായ ഒരു ലൊക്കേഷനിലിരിക്കുന്ന ഒരു ഷെഡാട്ടോ. നമ്മളങ്ങനെ ക്യാമ്പ് ഷെഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ കിടക്കുന്ന വയലുണ്ടോ, എത്രയോ വലിയ വയലാന്ന് നോക്കി. നമ്മുടെ വാച്ച് ടവറിൽ പോലും ഇത്രയോ വലിയൊരു വയലില്ല കേട്ടോ. അതാണ് ഈ ജംഗിളിൻ്റെ ഒരു പ്രത്യേകത. മൃഗങ്ങളിങ്ങനെ തമ്പടിക്കുന്ന ഒരു മനോഹരമായ ലൊക്കേഷൻ. എന്താ ഭംഗി. രണ്ട് സൈഡും തുറ്റുകാട്, അതിന് നടുവിൽ വലിയൊരു മൈതാനം പോലെയുള്ളൊരു കാട്. ഇതുണ്ടോ, നമ്മുടെ സ്റ്റേ ഇരിക്കുന്ന കാടിനുള്ളിലും, അതായത് ഈ വയലിൻ്റെ കരയിലും. അവരങ്ങോട്ട് എത്തി. അവരെത്തിയിട്ട് കാണുന്നതാണ് നമ്മുടെ മനോഹരമായ ലൊക്കേഷൻ. അടിപൊളി. ശക്തമായ മഴയുള്ളതുകൊണ്ട് ആനയും പോത്തിനെ കാണാൻ സാധിക്കുമായിരിക്കും. ആനയുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. ഉണ്ടോ, എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ ഈ ലൊക്കേഷൻ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമുക്ക് വന്ന സമയം 3:45 ഉള്ളൂ. ഉണ്ടോ, എന്താ ഭംഗിയല്ലേ. അങ്ങനെ പെരിയാർ കടുവാ സങ്കേതത്തിലെ മറ്റൊരു കിടിലൻ സ്റ്റേ ആയ ജംഗിളിലേക്ക് എത്തിയത്. കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഉമ്മാരൊരു പ്രശ്നമാണ് ഇവിടെ. നമ്മുടെ ഈ വാച്ച് ടവർ പോലെ നമ്മൾ ഇതുണ്ടാക്കി വെച്ചോണ്ടോ, അതിൻ്റെ അടിയിൽ വന്ന് ഇരിപ്പുറക്കി വെച്ചാണോ. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഷെഡ്, ജംഗിളിൻ ക്യാമ്പ് ഷെഡ് ഇതാട്ടോ. അതിൻ്റെ ഇങ്ങേ സൈഡിലായിട്ടൊരു ഏറുമാടം പോലെ കെട്ടിയിട്ടാണ് നമുക്ക് രാത്രികളിലൊക്കെ കയറിയിരിക്കാനായിട്ട്. ഇതാണ്ടോ, സെറ്റല്ലേ. എന്താ സെറ്റപ്പ് അല്ലേ, ഉണ്ടോ. അടിപൊളി ലൊക്കേഷൻ. പെരിയാർ കടുവാ സങ്കേതത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ സ്റ്റേകളിലൊന്നാട്ടോ. പിന്നെ ഉള്ളത് ബാംബു ഗ്രോവ്സ് ആണ്. അതവിടെയാണ്. കാടിൻ്റെ ഉള്ളിൽ താമസിക്കാൻ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാം കേട്ടോ. ഇവിടെ ഡീറ്റെയിൽസ്, പ്രൈസ്, കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയേ പറയാം. എത്രയോ കിടിലൻ ആംബിയൻസിൽ വന്ന് കിടക്കാൻ ആരാ ആഗ്രഹിക്കാത്തതുണ്ടോ. എത്രയോ നീണ്ട വയൽ. ഇനി ഇവിടെ അങ്ങ് നമുക്ക് കണിയായിട്ട് കുറച്ച് മൃഗങ്ങളോടെ ഇങ്ങനെ വന്ന് അണിനിരുന്ന സന്തോഷം, ഹാപ്പി. സുനിച്ചേട്ടാ, ജംഗിളിൻ വീണ്ടും ജംഗിളിൻ എന്താ ലൊക്കേഷൻ അല്ലേ. പിന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കാം അവിടെ. അത്രയും പരന്ന് കിടപ്പാ, പച്ചപ്പ്. എത്ര ഏക്കർ പോലെ സ്ഥലമല്ലേ ഗ്രൗണ്ടായിട്ട് കിടക്കുന്നത്. എന്ത് രസാ. ഇവിടെയൊക്കെ ശരിക്കും ഒരു ഗ്രൂപ്പ് ഒരു 5-6 പേരായിട്ട് വരികയാണെങ്കിൽ നല്ല രസമാണ്. അതെ അതെ, ഇവിടെ സ്റ്റേ ചെയ്യാൻ 2 പേരാകുമ്പോൾ ഒരു ഇതല്ലേ. ഒരു 5-6 പേരായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പാകത്തിലാക്കണം. അറ്റ്ലീസ്റ്റ് 4 പേർക്കുള്ള ഒരു അക്കോമഡേഷൻ കൊടുക്കുകയാണെങ്കിൽ അതെ അതെ കുറച്ചുകൂടെ ഒന്ന് എന്റർടൈനിങ് ആവും നമുക്കും. സമയം പോകാനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല ലൊക്കേഷൻ. വെറുതെ ഇരിക്കാമല്ലോ അവിടെ, വെറുതെ ഇരുന്നാൽ മതി. ഇത്രയും ഫ്രണ്ടിലുള്ള കനോപ്പിയും മറ്റേ നോക്കിക്കേ. അതെ അതെ, ഒരു 1 കിലോമീറ്റർ കാണും നീളം. അത്രയും ഗ്രാസ് ലാൻഡ്. ഇതുണ്ടോ, നിങ്ങൾ ഓൾറെഡി ഞാനിന്ന് കാണിച്ചിരുന്നു ഈ ഗ്രാസ് ലാൻഡിൻ്റെ ഒരു വ്യൂ. ഇതുണ്ടോ, ഇത് നല്ല ഇത് തള്ളിക്ക് നമ്മൾ ഈ വീടുകളിലെല്ലാം പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന പോലെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത പോലെയാണത്. നാച്ചുറൽ ലാൻഡ്സ്കേപ്പിംഗ് പറയില്ലേ. ഇതുണ്ടോ, എന്ത് ഭംഗിയിലാണ് കിടക്കുന്നതെന്ന് നോക്കി. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലൈമറ്റിൽ വന്നിരിക്കണം ശരിക്കും. ഈ ഒരു ചെറിയ ചാറ്റൽ മഴ വേണം, എന്നാലേ കാടിൻ്റെ നമുക്ക് ഒരു കാടിൻ്റെ ഒരു ഭംഗി. ഇവിടെ ഇരിക്കുമ്പോൾ ഇതിപ്പോൾ 3:30 സമയമാണ്. ഒരു വെയിലുമില്ല, എന്നാൽ ചൂടുമില്ല.
വേനൽക്കാലത്ത് വന്ന സൈറ്റിംഗ് കിട്ടുന്നത് ശരി തന്നെ, പക്ഷെ സ്റ്റേ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ അതെ, സൈറ്റിംഗ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും ചിലപ്പോൾ. നമ്മളേക്ക് പോകും. ഇതാകുമ്പോൾ നമുക്ക് ശരിക്കും പീസ്ഫുൾ ആയിട്ട് കുരങ്ങ് ബാഗിൽ സുനിച്ചേട്ടൻ്റെ ബാഗ് ഇപ്പോൾ കൊണ്ടുപോയനെ കുരങ്ങൻ. കയറി ഇരിക്കണുണ്ടോ? ഞങ്ങളുടെ ബാഗ് കൊണ്ടുപോയിട്ട് അവൻ നോക്കിയിരിക്കണുണ്ടോ? കയറി അതിന് മുകളിലിരിക്കട്ടോ. അപ്പോൾ ബാഗ് എടുത്തുകൊണ്ട് പോയാനെ. അങ്ങനെ നമ്മൾ സ്റ്റേയുടെ ഉള്ളിലേക്ക് കയറുവാട്ടത്. ഇവിടെ ഒരു ഇരുമ്പ് പാലം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ജംഗിളിൻ സ്റ്റേയുടെ ഉള്ളിലോട്ട് പോകാം. ഇവിടെ താഴെ 3 റൂമുകളുണ്ട്. അത് അവർക്ക് നമ്മുടെ സ്റ്റോർ റൂമും ഒക്കെയാണ്. ഇവിടെ ഒരു ഏറുമാടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറുമാടത്തിലിരുന്നാൽ ഈ വിശാലമായ കാഴ്ചകളിങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലാണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഏരിയയുടെ ഒരു പ്രത്യേകത ഉണ്ടോ. അത്ര മനോഹരം വന്നേക്ക്. ഒരു സൈഡ് ഉള്ള പച്ചപ്പ് എന്ന് പറഞ്ഞാൽ കാട്, ശക്തമായ കാട്. എന്തായാലും നമുക്ക് നേരെ സ്റ്റേയിലേക്ക് കയറാം. അങ്ങനെ തന്നെ കയറിയേക്കാം, കട്ട് ചെയ്യാതെ പോട്ടെ. അവിടെ കയറി ഇരിക്കണം. ഓക്കെ, കണ്ടോ? അല്പം മിസ്സായെങ്കിൽ ബാഗ് കൂടെ പോയേനെ, പിന്നെ കുരങ്ങന്റെ പുറകെ കൊണ്ട് വന്നാൽ. സിപ്പൊക്കെ തുറന്നതേ. 2 വലിയ ബെഡ്. വലിയ ബെഡുകളാട്ടോ. ഇത് ഫിക്സഡ് ആണ്. സോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. വാതിലടച്ചിടണം. ഇത് ഇവിടെ നമ്മളങ്ങ് പുറത്തേക്ക് ഇറങ്ങിയാതെ. അതെ അതെ, ഈ ഒരു വ്യൂവിലേക്ക് നമ്മൾ ഇറങ്ങണേ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അങ്ങ് ഇരിക്കണം. അടിപൊളിയല്ലേ? നല്ല തണുത്ത കാറ്റ് വീശുന്നു. ഞങ്ങളുടെ കൂട്ട് ഇതാട്ടോ, ഇവനാട്ടോ ഞങ്ങളുടെ കൂട്ട്. അപ്പം ഞങ്ങളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുക. ഒരു ലക്ഷം 3-ആമൻ, ഞങ്ങളുടെ 3-ആമൻ. വേണ്ട, ഇവനിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക. ഇവനാണ് ബാഗ് കക്കാൻ വന്നത്. എന്നിട്ട് ഇപ്പം ഞങ്ങൾ ചായ കുടിക്കുക, ബിസ്ക്കറ്റ്. അതിൻ്റെ അടുത്ത് വന്ന് നോക്കിയിരിക്കും അവിടെ താഴെ. മംഗളാംദേവി പോകുന്ന വഴി കേട്ടോ അത്. നമ്മുടെ ജംഗലിൻ്റെ പുറകിൽ കൂടെ മംഗളാംദേവി പോകുന്ന റൂട്ടത്. എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. അടിപൊളിയല്ലേ? പുല്ലെല്ലാം കിളുത്തട്ടോ. ഇത് നല്ല കീട്ടൊക്കെ ലൊക്കേഷനാണ്. ഉണ്ടോ? ഈ റൂട്ട് തന്നെ കാണാൻ നോക്കി. കാടിൻ്റെ ഒരു ഭംഗി നിങ്ങൾ നോക്കി. എന്ത് രസമാണ് പച്ചയെ പുതിച്ച് നിൽക്കുന്നത്. ഞങ്ങളൊന്ന് വെറുതെ നടക്കാറിങ്ങി കേട്ടോ. അയ്യോ, ഇത് ഭംഗിയാന്ന് നോക്കിയേ. ഇതുണ്ടോ? കാടിനുള്ളിൽ ശരിക്കും 4 മണി ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നല്ല ഈ മഴക്കാറുണ്ട്, ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് ഇരുണ്ടിരിക്കുന്നു. സെറ്റപ്പല്ലേ? ആ വയലിൻ്റെ കണ്ടിന്യൂഷൻ കഴിഞ്ഞിട്ട് ഇനി പോകുന്നു കേട്ടോ. കേട്ടോ കാട്ടിലുമില്ല. വെറുതെ നടക്കാറിങ്ങി വന്ന വൈകുന്നേര സമയമായതുകൊണ്ട് ചിലപ്പോൾ എല്ലാ സൈറ്റിങ് കിട്ടിയതോ. കാട്ടിലോട്ട് കയറിയപ്പോൾ പിന്നെ ആനയെ കിട്ടിയിട്ടോ. 2 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണത്തിനെ കാണാവുള്ളൂ. മാറിപ്പോയി കാണാനുള്ളൊരു അവസരമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കിട്ടിയത്. ഒരുപാട് നേരം നിന്നെടുക്കാനുള്ളൊരു സാഹചര്യമില്ല. ആടിൻ്റെ ഉള്ളിലെത്തിയിട്ട് ഒത്തിരി ആനയെ കണ്ട സ്ഥലത്ത് നിന്ന് മാറിയിട്ടോ. മരോടിഞ്ഞോട് പാമ്പ്. അതുകൊണ്ട് നമുക്കൊരു പരിധി വിട്ട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ.
ബീഹാറിൽ പിന്നെ പോത്തുകൾക്ക് പഞ്ഞമില്ലല്ലോ, ഇഷ്ടം പോലെ കിട്ടും. ഏത് വയലിലേക്ക് വന്നാലും. വൈകുന്നേരത്തെ ട്രക്കിങ്ങിൽ നമുക്ക് കിട്ടിയതാട്ടോ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ. ഒന്നിനെയും കണ്ടില്ലെങ്കിലും നമുക്ക് കാട്ടുപോത്തുകളെ ഒരുപാട് കാണാൻ സാധിക്കും. പച്ചപ്പിൽ അവന്മാരിങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാഴ്ച നോക്കി എന്ത് ഭംഗിയല്ലേ, അടിപൊളി. ഒരു വലിയ കൂട്ടമുണ്ട്. എല്ലാ വയലുകളിലേക്ക് തന്നെ വൈകുന്നേരങ്ങളായാൽ ഒരുപാട് കാട്ടുപോത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഈ വയലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു ഫീലാണ്. അതിൻ്റെ കൂടെ ഒരു ചാറ്റൽ മഴയും കൂടെ ഉണ്ടെങ്കിൽ, കാടിനുള്ളിൽ ചാറ്റൽ മഴ പെയ്യുമ്പോൾ കിട്ടുന്ന ഫീലുണ്ടല്ലോ, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു കാടിനുള്ളിലെ മഴയും കാറ്റുമൊക്കെ നമ്മളൊന്ന് ഒരിക്കലെങ്കിലും കൊള്ളണം. അപ്പോഴാണ് നമുക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ, എന്താണ് കാടിനുള്ളിലെ അവസ്ഥ എന്നുള്ളത്. ഒരു എക്സ്ട്രാ വൈബ് നൽകുന്ന ഒരു രീതി കേട്ടോ കാടിനുള്ളിലെ മഴയും കാറ്റും. മ്ലാവുകളെ ഓടുന്നുണ്ട്, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നതാണ്. കുറേ ഉണ്ട്. ഓടുന്നു. ഞങ്ങളുടെ വെട്ടം കണ്ടപ്പോഴത്തേക്ക് ഓടുക കേട്ടോ. കൂട്ടമുണ്ട്. നോക്കുന്നു, ഫുള്ള് മ്ലാവുകളാട്ടോ ഫ്രണ്ടില്. കുറച്ചുകൂടെ ഈ കണ്ണ് കാണുന്ന മുഴുവൻ മ്ലാവുകളാട്ടോ. അയ്യോ, കരുത്തറെണ്ണം വന്നു നോക്കി. വലിയ കൂട്ടാട്ടോ. അവിടെ അടിച്ച്. അയ്യോ, വരന്തൂരുമാന്ന് നോക്കി. ഇതെല്ലാം വന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നു കേട്ടോ. ടോർച്ചടിച്ചപ്പോഴത്തേക്ക് എല്ലാം കണ്ണ് കാണുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെ ഒന്നുണ്ട്. അടിപൊളി. എടുത്തടിച്ചാ എടുത്ത അതെ സൂപ്പർ. മാവിൻ്റെയൊക്കെ വലിയ കൂട്ടാട്ടോ. അതിങ്ങനെ നമ്മൾ ജംഗിളിൽ നിന്ന് ഇവിടെ മുന്നിൽ തന്നെ ഇരുന്നാൽ മതി, ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം തീറ്റ തേടി നടത്താം. നമ്മളിപ്പോൾ വന്നേ ഉള്ളൂ, എന്നിട്ടൊന്നും കണ്ടില്ലായിരുന്നുണ്ട്. പയ്യെ ഇറങ്ങി വന്നതല്ല. അപ്പോൾ ജംഗിളിൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ നമുക്ക് ഇതുപോലെയുള്ള ആനയും പോത്തും മ്ലാവുകളും ഒക്കെയായിട്ട് ഫുൾ ടൈം നമുക്കിങ്ങനെ കാണാൻ സാധിക്കട്ടെ. നൈറ്റ് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തോടെ ഇരുന്നാൽ ഇടയ്ക്ക് ഇങ്ങനെ ടോർച്ചടിച്ച് നോക്കിയാൽ കിട്ടും നമുക്ക്. വലിയ കൂട്ടാട്ടോ. പോയിട്ടില്ല, സൈഡ് വരുന്നുണ്ട് വേഗം. എന്താ കിട്ടിയാ എടുത്താ പോയി. കാണാനില്ലാത്ത എന്നാന്ന് മരപ്പട്ടിയ ചെങ്കിരിയല്ല. ഇവിടെ കറക്റ്റ് ആയിരുന്നു. കണ്ണ് കാണാം. പോത്താന്നോ കിടക്കുക അല്ലേ? വരുന്നതേ ഉള്ളൂ സാധനങ്ങൾ കേട്ടോ. അടുത്തേക്ക് അത് മ്ലാവാട്ടോ. മ്ലാവാണോ? ആ മ്ലാവായിരിക്കും. ഒന്ന് കറക്റ്റ് അടിച്ച് എല്ലാം അവിടെ എല്ലാം കിട്ടുന്നുണ്ടോ? ആന രണ്ടെണ്ണം കൂട്ടോ മാറ്റിയല്ലോ. കണ്ണടച്ച് എടുക്കത്തില്ല. അവിടെ പറ്റത്തില്ലല്ലോ. ഇവിടെ കിടക്കാൻ പറ്റില്ല. മേളിൽ കയറി നോക്കിയാലോ?
ആ ആന ഇതിൽ പോയിന്ന് കണ്ടില്ല കേട്ടോ. ഞങ്ങൾ അല്പം വീഡിയോ എടുക്കാൻ സാധിച്ചുള്ളൂ. ഷെഡിനടുത്ത് വന്ന് നിൽക്കുമായിരുന്നു, നമ്മൾ കണ്ടില്ല. ഈ മഴ പെയ്തെടുക്കുന്ന സമയമായതുകൊണ്ട് ചവിട്ടിയാലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ചുറ്റുപാടും അടിച്ചു നോക്കി, 2 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ പോയത് കണ്ടില്ല ഇതിലെയാന്ന്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളത് റൂമിൻ്റെ അകത്ത് കിടന്ന് നമ്മളിങ്ങനെ കാണുന്ന കാഴ്ച ഇതാട്ടോ. ഇത് നമുക്ക് ഈ ഒരു വ്യൂവിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇത് രസം വന്നു കഴിഞ്ഞ് ഇവിടെ കാടിനുള്ളിൽ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നല്ല തണുപ്പും മഴയും കാറ്റുമൊക്കെ ആയിട്ടുള്ളൊരു കീടിന് ഫീലാട്ടൊക്കെ ഉള്ളത്. ഇതിൽ ആന വന്നു പോയത് ഇത് കേട്ടോ. അങ്ങേ വശത്തുനിന്ന് വന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വന്ന് ചവിട്ടണ സൗണ്ട് പോലും കേൾപ്പിക്കാതെ അവിടെ വന്നു. അബദ്ധവശാൽ ഒരു കമ്പൊടിയുന്ന സൗണ്ട് കേട്ടു. അങ്ങനെയാണ് ആന എന്ന് മനസ്സിലായത്. ഓടി ക്യാമറ എടുത്തപ്പോഴത്തേക്കും അത് പറന്നു പോയി. എവിടെ മാറിയെന്നറിയത്തില്ല, ഇരുട്ടല്ലേ. നമ്മുടെ ഈ ഗ്രില്ലിനോട് ചേർന്ന് ഈ ഗേറ്റല്ല, ഞങ്ങൾ ഈ ഗേറ്റിങ്ങിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അതിൽ വന്നത്. ടോർച്ചടിപ്പിച്ച് അവൻ മുഖം കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ ക്യാമറ എടുത്ത് ഓണാക്കി നോക്കിയപ്പോഴത്തേക്കും അവൻ ഇങ്ങേ സൈഡിലേക്ക് പോയി. നമുക്കതിന് പുറകെ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. ഗ്രില്ലിനോട് ചേർന്ന് അങ്ങോട്ട് കടന്നു പോകാതെ. അങ്ങനെ ഞങ്ങൾ ഫുള്ള് കൂടെ നോക്കി, പക്ഷേ സാധനം കാടിനുള്ളിലേക്ക് എങ്ങോടെ മാറിയെന്ന് മനസ്സിലായില്ല. കാരണം നമുക്ക് സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയതുമില്ല. നമ്മളിവിടെ വാസനായ അജേഷൊക്കെ ഇതിലെ വന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നിന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. എന്തൊരു പ്രത്യേകത, ഇത് ക്യാപ്ഷൻ്റെ മുമ്പിൽ ഇങ്ങനെ തമ്പടിച്ചേക്കുന്ന ആനക്കൂട്ടങ്ങളാണ്. ആനയെ തട്ടിയിട്ട് നടക്കാൻ പാടില്ലായിരുന്നു അറിഞ്ഞ ഇവിടെയും ഗേറ്റിങ്ങിലും ഒക്കെയായിട്ട് ഈ ഗ്രില്ലിൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ ആന വന്ന് നിൽക്കുന്നത്. ഒരു കുഞ്ഞിത് അപ്പുറം പ്രസവിച്ചിട്ട് അത് അതിനെ കൊണ്ട് ഇതിലെ നടപ്പായിരുന്നു പണിയെന്നാണ് പറയുന്നത് 1 മാസം മുന്നേ. നമുക്കിത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇന്നലെ കുറങ്ങുന്നില്ലേ, അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കാട്ടോ. ഈ വയലിലേക്ക് നോക്കി സോളാർ പാനലുകളുണ്ട്, കറണ്ടുണ്ട്, ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, കുഴപ്പമൊന്നുമില്ല. മഴയുടെ കൂടുതൽ കാരണം ചിലപ്പോൾ സോളാറിന് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് രാവിലെ തന്നെ മഴയാണ്. വെയിലൊന്നും സമയം 6:30 ആയതേ ഉള്ളൂ കേട്ടോ. എങ്കിൽ കാടിനെ അറിഞ്ഞ് കാടിനുള്ളിൽ ഇങ്ങനെ നമുക്ക് താമസിക്കാൻ സാധിക്കും. കുറേയധികം മൈനകളുടെ ഇതിൽ വന്നിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ക്യാൻസറിൻ്റെ നേരെ കൊണ്ടേ കാണുന്ന മരത്തിൽ നല്ല മഴയൊക്കെ കൊണ്ട് ചിരിച്ച് കളിച്ച് നോക്കിക്കോ കേട്ടോ. നമ്മൾ വേഴാമ്പൽ 2 എണ്ണം ഉണ്ട് അവിടെ. ഞങ്ങൾ ഈ ഗേറ്റിങ്ങിൽ നിന്നുകൊണ്ട് ടോർച്ചടിച്ച് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ അവിടെ ഈ ആന വന്നതുപോലും നമ്മൾ അറിഞ്ഞില്ല. അത്ര പയ്യെ വന്നത്. അവൻ്റെ ഈ പൊസിഷനിൽ വന്ന് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പുറം നമ്മുടെ ഗ്രില്ലിൻ്റെ അപ്പുറം, ട്രെഞ്ചിനപ്പുറം ഒടിക്കുന്ന ഒരു കാല് ചവിട്ടി വിറകൊടിയുന്ന ഒരു സൗണ്ട് കേട്ടപ്പോഴാണ് ടോർച്ചടിച്ചത്. അന്നേരമാണ് അവിടെ കണ്ടത് അവനെ. ഉടനെ തന്നെ അവൻ അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി അങ്ങോട്ട് മൂവ് ചെയ്തു. ഈ ബാക്ക് സൈഡിൽ കൂടി മൂവ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയി. ഞങ്ങൾ അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്കും പിന്നെ ആളെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ആകെ കിട്ടിയ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ചെറിയ അതിൻ്റെ ബാക്ക് വശം മാത്രമാണ്. കൂടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഇവിടുന്ന് കുറച്ചടിച്ചപ്പോഴത്തേക്കും തന്നെ അത് അപ്പുറത്തേക്ക് ഓടി. എങ്ങനെ മറിഞ്ഞു പോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇത്
ഈ മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ചവിട്ടച്ച പോലും നമുക്ക് കേൾക്കത്തില്ല. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ജംഗിളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഈ ഫ്രണ്ടിലൊക്കെ കിട്ടിയാൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇവരൊക്കെ തന്നൊരു വീഡിയോസ് ഞാൻ ഈ കൂടെ കാണിക്കാം കേട്ടോ. ഈ അജേഷൊക്കെ ഇവിടെ വരുമ്പോൾ ഇതിന് മുമ്പിൽ നിന്നിരുന്ന വീഡിയോസാണ്. ഈ ജംഗിളിൻ സ്റ്റേയുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വയലിന് മുമ്പിലിരുന്ന് ഇങ്ങനെ നല്ല ഭംഗിയിലൊന്ന് കാണാൻ പറ്റും കേട്ടോ. ഇനി പാക്കേജിൻ്റെ ഒരു ഡീറ്റെയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 7600 രൂപയാണ് പാക്കേജ് ഡീറ്റെയിൽ. 2 പേർക്കാണ് താമസ സൗകര്യങ്ങളുള്ളത്. ഫുഡ് അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ട്രക്കിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരവും ട്രക്കിങ് പോയി. രാവിലെ ഒരു ട്രക്കിങ്ങൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തരും. നമുക്ക് അത്യാവശ്യം ഈ ചുറ്റുവട്ടത്തോടെയൊക്കെ ഇറങ്ങി നടക്കാം. അത്യാവശ്യം ആനിമൽസിനൊക്കെ കാണാൻ സാധിക്കും. 7600 രൂപ 2 പേർക്ക് ആണ് ആകുന്നത്. 2 പേർക്ക് താമസ സൗകര്യങ്ങളുണ്ട്. വൈകുന്നേരത്തെ 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം. 3 മണിക്കാണ് നമ്മൾ തേക്കടി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നുള്ള EDC പ്രൈവറ്റ് ആരംഭിക്കും. EDC അവിടെ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. നടന്ന് നമ്മളിവിടെ എത്തും. വൈകുന്നേരം ചായ, അത് കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയിൽ ചപ്പാത്തിയും ചിക്കൻ കറിയുമായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നത്. പെരിയാർ ടൈഗർ റിസോർട്ട് ORG എന്ന സൈറ്റിൽ കയറി നമുക്ക് ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും ഈ പ്രോഗ്രാം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം അടഞ്ഞു കിടക്കുകയായിരുന്നു. മാർച്ച് അവസാനമെന്തായിരുന്നു ഓപ്പൺ ആയത്. അതിന് ശേഷം ഇത് വീണ്ടും ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ വന്നാൽ നല്ല കിടില ക്ലൈമറ്റിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും കേട്ടോ. കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കാടിനുള്ളിലെ മഴയും തണുപ്പും ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇങ്ങനെ ചാറ്റൽ മഴയൊക്കെ ഇങ്ങനെ ഇരിക്കാനോട് എന്ത് സുഖമാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഒരു ആനിമൽസിൻ്റെ പ്രസൻസോടെ ഇവിടെ കൂടുതൽ കിട്ടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് വയ്ക്കുക. അങ്ങനെ ഞങ്ങൾ ജംഗിളിൽ സ്റ്റേ എന്നുള്ള ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കാടും കാട്ടിലേക്കുള്ള യാത്രകളും ട്രെക്കിങ്ങും താമസത്തിൻ്റെ വീഡിയോകളുമാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ചാനലൊന്ന് കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.